ഹായ്. സോ വെൽക്കം ടു റൺ വിത്ത് റാൽഫ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഷൂ റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസിൻ്റെ ചെറിയ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ റണ്ണിങ് തുടങ്ങിയിട്ട് 1 ഇയറിൽ കൂടുതലേ ആവുന്നുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. ഈ 1 ഇയറിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1000 കിലോമീറ്റേഴ്സ് ആവാറായി. ഒരു 896 800 കൂടുതൽ കിലോമീറ്റർ എന്തായാലും ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ 800 കിലോമീറ്ററിൽ ഒരു നല്ലൊരു ശതമാനം ഡിസ്റ്റൻസും ഞാൻ കവർ ചെയ്തത് പ്യൂമയുടെ മാഗ്നിഫൈ നൈട്രോ എന്ന് പറഞ്ഞ ഈ ഷൂസ് കൊണ്ടാണ്. അതെ, ഞാൻ ഷൂസിന് മാച്ച് ആവുന്ന ടീഷർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി പ്യൂമയുടെ മാഗ്നിഫൈ നൈട്രോ 1 ആണ്. മാഗ്നിഫൈ നൈട്രോ 3 ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് പ്യൂമ ലോഞ്ച് ചെയ്തായിരുന്നു. ഇത് ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ ടൈം. ഓൾമോസ്റ്റ് 1 ഇയർ ആയി. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, പ്യൂമ ഗ്രിപ്പാണ് വരുന്നത്. പ്യൂമ ഗ്രിപ്പൊക്കെ വളരെ ഇൻടാക്റ്റ് ആണ്. ഇത് ഞാൻ ട്രാക്കിൽ ഓടുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, റോഡിൽ ഓടുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. റേസിന് ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഒരു 2 റേസ് ഞാൻ ഇതിൽ തന്നെയാണ് ഓടിയത്. പക്ഷെ അതിനുശേഷമുള്ള എൻ്റെ റേസസ് എല്ലാം ഞാൻ പ്യൂമയുടെ തന്നെ വേറൊരു റേസ് ഷൂ ആയിട്ട് കാർബൺ പ്ലേറ്റുള്ള DV നൈട്രോ 3 ആണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ മാഗ്നിഫൈ നൈട്രോ, ഈ പെയർ മാഗ്നിഫൈ നൈട്രോ ഞാൻ എടുത്തപ്പോൾ എനിക്ക് സെയിലാണ് കിട്ടിയത്. പ്യൂമയുടെ എൻഡ് ഓഫ് സീസൺ സെയിൽ കഴിഞ്ഞ വർഷം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിത് പ്യൂമയുടെ തന്നെ ട്രിവാൻഡ്രത്ത് ഒരു വെയർ ഹൗസ് ഉണ്ട്, ലുലുവിലുള്ള സ്റ്റോറല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പുളിമൂട് ജംഗ്ഷനിൽ വേറൊരു സ്റ്റോറുണ്ട്, അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ആ സമയം 5200 പക്ഷെ അതിനുള്ള വർത്ത് വൈൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. കാരണം എൻ്റെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ വേറെ ഷൂ ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്ത് അത്രയും ഞാൻ വേറെ ഒരു ഷൂ യൂസ് ചെയ്തിട്ടില്ല. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ഫീഡ്ബാക്ക് തരുന്ന ഒരു ഷൂ ആണ്. ഇപ്പോഴും കാണിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ഇതിന്റെ സോള് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ ഭാഗം സോൾ ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. റണ്ണെന്ന് എഴുതിയിരുന്നൊക്കെ മാഞ്ഞുപോയി, പക്ഷെ എന്നാലും ഇപ്പോഴും നല്ല ഇൻടാക്റ്റ് ആണ്. പക്ഷെ ആ കുഷനിങ് കുറഞ്ഞു. കുഷനിങ് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. കുഷനിങ് നമ്മൾ ഷൂ മേടിച്ച സമയത്തുള്ള കുഷനിങ് ഒന്നും ഇപ്പം ഇല്ല. പിന്നെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്. കുറച്ച് പണി നന്നായിരുന്നു. ഇവിടെ ഉറുമ്പ് കുറച്ച് ഹോളിട്ടു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഉറുമ്പ്. അത് നമ്മൾ ഷൂസ് വേർത്തിട്ടോ, ഷൂസ് നമ്മൾ സോക്സ് അതിൻ്റെ അകത്ത് വെച്ച് പുറത്ത് വെക്കുകയാണെങ്കിൽ ഉറുമ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ശീലം ഉണ്ടെങ്കിൽ നിർത്തുക. പ്രത്യേകിച്ച് മഴയത്തൊക്കെ നമ്മൾ റൺ ചെയ്തതിന് ശേഷം കളർ കുറച്ച് ഫെയ്ഡായി. നൈട്രോ ഫോം വരുന്നുണ്ട് ഇതിൽ, പക്ഷെ നമ്മുടെ റൈസ് ഷൂവിൽ നിന്ന് വരുന്ന അത്രയും നൈട്രോ ഒന്നുമില്ല. പക്ഷെ ആവശ്യത്തിന് കുഷനിങ് ഉണ്ട്, അത്യാവശ്യം സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഹീൽ സ്ട്രൈക്ക് ആണ്. ഞാൻ നാച്ചുറലി കുറച്ച് ഹീൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആളാണ്. മിഡ് ഫുട്ടിലോട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓടാൻ പറ്റുന്ന എപ്പോഴും ഹീൽ സ്ട്രൈക്ക് ആണ്. പക്ഷെ ഞാൻ ഇത്രയൊക്കെ ഹീൽ സ്ട്രൈക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും ഹീലിന്റെ ഭാഗത്തൊന്നും അങ്ങനെ അത്യം പറഞ്ഞ ഒരു വേറെ വന്നിട്ടില്ല. ഒരു 800 കിലോമീറ്റർ ഓടിയ ഷൂ ആണെന്ന് കൂടെ ഓർക്കണം. ഗ്രിപ്പ് ഇപ്പോഴും ഭയങ്കര ഇൻടാക്റ്റ് ആണ്, അത്യാവശ്യം നല്ല ഗ്രിപ്പാണ്, പ്രത്യേകിച്ച് റോഡിൽ ഓടുമ്പോൾ. ഇപ്പൊ ചെളിയിലൊക്കെ നമ്മൾ ഓടാണെങ്കിലും പ്രോപ്പർ ഗ്രിപ്പാണ്. എനിക്ക് ഇത് ഞാൻ ട്രയലിൽ ഓടിയാൽ പോലും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് ഗ്രിപ്പ് ഇപ്പോഴും ബാക്കിയുണ്ട്. പ്യൂമ ഗ്രിപ്പ് പക്ഷെ സമ്മതിച്ചേ പറ്റുള്ളൂ, കാരണം ഇപ്പോഴും ആ പ്യൂമ ഗ്രിപ്പ് എന്ന് എഴുതിയിരിക്കുന്ന സംഭവം പോലും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് പെർഫോമൻസ് ഉള്ള ഒരു ഷൂ ആണ്. അപ്പൊ എൻ്റെ ആദ്യത്തെ ഷൂ റിവ്യൂ ആയിട്ട് ഞാൻ വിചാരിച്ചു ഫൈനോട്ട് എൻ്റെ ഫസ്റ്റ് ഷൂ ആയിട്ടുള്ള പ്യൂമ മാഗ്നിഫൈ നൈട്രോ തന്നെ ഞാൻ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇത് ചെറിയൊരു വീഡിയോ ആണ്. ബേസിക്കലി ഞാൻ ഷൂ റിവ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത ഷൂ അല്ലേ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കിപ്പം 2 ഷൂവേ ഉള്ളൂ. ഇത് പ്യൂമയുടെ അഫിലിയേറ്റ് പരിപാടിയൊന്നും അല്ല കേട്ടോ. ഞാൻ പ്യൂമ എനിക്കിത് ചെയ്യുന്നതിന് കാശ് തരുന്നൊന്നുമില്ല. ഞാൻ ആദ്യം മുതലേ മേടിച്ച ഷൂ പ്യൂമ, കാരണം ഞാൻ അല്ലാതെ സ്നീക്കേഴ്സ് യൂസ് ചെയ്യുമ്പോഴും പ്യൂമയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്യൂമയുടെ ഒരു പലർമ എൻ്റെ ഉണ്ട്. അത് റണ്ണിങ് ഷൂ അല്ല, പക്ഷെ അതിന്റെ റിവ്യൂ ആണെങ്കിൽ അതും ഞാൻ ചെയ്യാം. അപ്പം എൻ്റെ ജിമ്മിൽ ഇടുന്നതാണെങ്കിലും പ്യൂമയുടെ തന്നെ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞ ഷൂ ആണ്. റേസ് ഷൂ ആണെങ്കിലും DV നൈട്രോ ആണ്. അപ്പം കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്ന പ്യൂമയുടെ ബ്രാൻഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് തന്നെ ആദ്യത്തെ റിവ്യൂ ആയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചുള്ളൂ. അല്ലാതെ അഫിലിയേറ്റോ ബ്രാൻഡഡ് റിവ്യൂ അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം മാഗ്നിഫൈ നൈട്രോ 3 നിങ്ങൾക്ക് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. അല്ലാതെ എൻ്റെ ഒരു ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞ വെലോസിറ്റി നൈട്രോ സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്, അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഇതൊന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷൂസ് അല്ല കേട്ടോ. നിങ്ങൾ 1-2 പേര് കമന്റ് ചെയ്തപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോന്ന് ചോദിച്ചാൽ അല്ല, ഇത് പഴയ മോഡലാണ്. അപ്പോൾ ഞാൻ ടിപ്പും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പുതിയ ഷൂ മേടിക്കാൻ കാശ് ഒരുപാട് സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ മാഗ്നിഫൈ നൈട്രോ 3 ഇറങ്ങിയല്ലോ. അപ്പൊ 3 എന്തായാലും ഒരു 12K അല്ലെങ്കിൽ 12,000 13,000 ആ റേഞ്ച് ആയിരിക്കും വരുന്നത്. അത് വാങ്ങാൻ നിൽക്കേണ്ട. പക്ഷെ മാഗ്നിഫൈ നൈട്രോ 2 ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 6,000 7,000 കിട്ടും. മാഗ്നിഫൈ നൈട്രോ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ 5,000 അല്ലെങ്കിൽ 5,000 താഴെയുള്ള റേറ്റിൽ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഷൂസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട അപ്പോഴത്തേക്കും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.